കാരുണ്യവാനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മജ്ലിസിൽ ഓതപ്പെട്ട പരിശുദ്ധ ഖുർആനും ദിക്റും സ്വലാത്ത് സലാമുകൾ എല്ലാം അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ, കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നേ വരെ ഈ സ്ഥാപനത്തിൽ നമ്മൾ ഒറ്റയ്ക്കും കൂട്ടായും ഒക്കെ ചെയ്ത മുഴുവൻ ഇബാദത്തുകൾ, സേവന, ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അതിന്റെ എല്ലാം ഫضل കൊണ്ട് അല്ലാഹു റബ്ബുൽ ആലമീൻ ഇന്നത്തെ ദിവസവും ഈ സാധുക്കളായ മക്കളോടൊപ്പമുള്ള ഈ ദുആയിൽ ഈ സ്ഥാപനത്തിൽ പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്യാൻ വസിയത്തുമായി വന്ന ഓരോ വ്യക്തികളുടെയും മുഴുവൻ ഹലാലായ മുറാദുകളെയും ആഗ്രഹങ്ങളെയും അല്ലാഹു സഫലമാക്കി കൊടുക്കട്ടെ. രോഗങ്ങളും പ്രയാസങ്ങളും ഇടങ്ങേറും വിഷമതകളും എന്തെല്ലാം ഉണ്ടോ അവരൊക്കെ അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. റാഹത്തും ഖൈറും ആഫിയത്തും അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വിശേഷ അബ്ദുസലാം സാറിന്റെ നമ്മുടെ പോകുമ്പോൾ ഒരുപാട് നാളായി നമ്മുടെ സ്ഥാപനത്തിനെ സഹായിക്കുന്ന സഹകരിക്കുന്ന അബ്ദുസലാം സാറിന്റെ സഹോദരി റസിയ റഷീദ്, അവരുടെ ഭർത്താവ് അബ്ദുൾ റഷീദ് പെരൂക്കട, അവർക്ക് എല്ലാവിധ രോഗങ്ങളും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അല്ലാഹു ദൂരീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മാനസികമായ എല്ലാ ബുദ്ധിമുട്ടുകളെയും അല്ലാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ. ശരീരത്തിന് അല്ലാഹു സുഖം കൊടുക്കട്ടെ. സ്വസ്ഥതയും സമാധാനവും ആഫിയത്തും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ റസിയ റഷീദ്, അബ്ദുൾ റഷീദ് പെരൂക്കട, അവരുടെ മക്കള് നസ്രിൻ റഷീദ്, അതുപോലെ നിലോഫർ റഷീദ് എന്നിവരുടെ കുടുംബജീവിതത്തിനും കുടുംബത്തിന്റെ റഹ്മത്തിനും ബറക്കത്തിനും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. അവിടെ എന്തെല്ലാം നിയ്യാത്തുകളുണ്ടോ ആ നിയ്യാത്തുകളൊക്കെ അല്ലാഹു സഫലമാക്കി കൊടുക്കുമാറാകട്ടെ. അവിടെ കുടുംബജീവിതത്തിൽ അല്ലാഹു കൂടുതൽ ഖൈറുകൾ, ബറക്കത്തുകൾ, റഹ്മത്ത് അല്ലാഹു നൽകുമാറാകട്ടെ. നസ്രിൻ റഷീദിന്റെ മക്കളായിട്ടുള്ള റുദാൻ ഷബീർ, അതുപോലെ ആനിയ ഷബീർ എന്നിവരുടെ വിദ്യാഭ്യാസത്തിന് വലിയ ഉയർച്ചയും പുരോഗതിയും അല്ലാഹു നൽകുമാറാകട്ടെ. ആ മക്കൾക്ക് നല്ല ഭാവി പടച്ചിറപ്പോ പ്രദാനം ചെയ്യുമാറാകട്ടെ. അവിടെ എല്ലാ കേസുകളും ബാധ്യതകളും ഒക്കെ എത്രയും വേഗം അല്ലാഹു തീർപ്പാക്കി കൊടുക്കുമാറാകട്ടെ. ഒരു മനസ്സിൽ കരുതി എല്ലാ മുറാദുകൾ, ആഗ്രഹങ്ങൾ അല്ലാഹു നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. അതുപോലെ സലാം സാറിന്റെ ഭാര്യ നസീമാബി, ശരീരത്തിൽ അല്ലാഹു സുഖം കൊടുക്കുമാറാകട്ടെ. ഉമ്മാക്ക് അല്ലാഹു ആഫിയത്തും റാഹത്തും അല്ലാഹു നൽകുമാറാകട്ടെ. എല്ലാവിധ രോഗങ്ങളിൽ നിന്നും ശമനം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അവര് നിയത്ത് ചെയ്തിട്ടുള്ള നമ്മുടെ ഭാര്യയുടെ രോഗത്തിലും അല്ലാഹു പരിപൂർണമായിട്ടും ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ അഷ്റഫ് സാഹിബ്, നമ്മുടെ വെമ്പായം, ഒരുപാട് നാളായി നമ്മുടെ സ്ഥാപനത്തിന് എല്ലാ മാസവും മാസവരിയായി ഉൽപ്പന്നങ്ങളും സഹായങ്ങളും ഒക്കെ തരുന്ന സഹോദരൻ ബഷീർ സാഹിബിനെയും കുടുംബത്തിനെയും അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇവിടെ നിയ്യത്തുകൾ അല്ലാഹു സഫലമാക്കുമാറാകട്ടെ. വിശേഷിച്ച മരുമകന്റെ ജോലി സംബന്ധമായി ഒരുപാട് നാളായി വലിയ പ്രതീക്ഷയോടുകൂടി അവസാന പ്രതീക്ഷയായി ദുആ കൊണ്ട് വസിയത്ത് ചെയ്യപ്പെടുന്ന ഈ ദുആ ഇനിയെങ്കിലും അല്ലാഹുവേ നീ കബൂൽ ചെയ്ത് എത്രയും വേഗം റാഹത്തായ ഖൈറായ ഒരു ജോലി നീ എളുപ്പമാക്കി കൊടുക്കണം റഹ്മാനെ. അദ്ദേഹത്തിന്റെ എല്ലാ വിഷമതകളെയും മാറ്റി സമാധാനപൂർവ്വമായ റാഹത്തായ ജീവിതത്തിന്റെ വഴിയൊരുക്കി നീ ഒരു എഴുന്നേറ്റം കൊടുക്കണം പ്രശ്നം. അതുപോലെ മരണപ്പെട്ടു പോയവരുടെ മാതാപിതാക്കളെ രണ്ടുപേർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും ഒക്കെ കൊടുക്കട്ടെ. സ്വർഗ്ഗം നസീബാക്കുമാറാകട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വെമ്പായം റുജു ബഷീർ എന്ന മരുമകൻ ജോലിയുടെ ബർക്കത്തിനും എല്ലാവിധ ബുദ്ധിമുട്ടുകളും മാറുന്നതിന് വേണ്ടിയിട്ടാണ് ദുആ ചെയ്യാൻ പറഞ്ഞത്. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ സഹോദരന്റെ ഇത്രയും വേഗം അല്ലാഹു റാഹത്തായ ജോലി, ഖൈറായ അനുഗ്രഹത്തിന്റെ ഒരു ജോലി അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവനും ജയ നഫീസ എന്ന മാതാവ്, അവരുടെ മകൻ മുഹമ്മദ് ഷായുടെ ജോലിയുടെ ഉയർച്ചയും സന്താന സൗഭാഗ്യത്തിനും കുടുംബത്തിന്റെ ഐശ്വര്യത്തിനും വേണ്ടിയിട്ട് ദുആ ചെയ്യണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ ഉമ്മ നിയത്ത് ചെയ്ത എന്തെല്ലാം വിഷയങ്ങളുണ്ടോ അതിനെയൊക്കെ അല്ലാഹു സഫലമാക്കുമാറാകട്ടെ. ഖൈറ് നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അവനവഞ്ചേരി ബിസ്മി എന്ന സഹോദരിയുടെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും അല്ലാഹു നൽകട്ടെ. മക്കളുടെ വിദ്യാഭ്യാസത്തിന് നല്ല പുരോഗതി അല്ലാഹു കൊടുക്കുമാറാകട്ടെ. അതുപോലെ സഹോദരി മിൻഷ എന്ന സഹോദരിയുടെ കുടുംബത്തിനും അല്ലാഹു ഐശ്വര്യവും ബറക്കത്തും ഒക്കെ നൽകട്ടെ. റാഹത്തായ ജീവിതം അല്ലാഹു നൽകുമാറാകട്ടെ. അവർക്ക് ശരീരത്തിൽ അല്ലാഹു സുഖം കൊടുക്കുകയും രോഗങ്ങളൊക്കെ മാറ്റി ആഫിയത്ത് കൊടുക്കുകയും ചെയ്യുമാറാകട്ടെ. അതുപോലെ കണിയാപുരം സബീല എന്ന സഹോദരി രോഗത്താൽ ബുദ്ധിമുട്ടുകയാണ്. എത്രയും വേഗം ആ രോഗത്തിൽ നിന്ന് പരിപൂർണമായി മുക്തി അല്ലാഹു അവർക്ക് നൽകട്ടെ. സർജറി പരിപൂർണമായി ഖൈറായ രൂപത്തിൽ അല്ലാഹു നടത്തി എളുപ്പമാക്കി കൊടുക്കുമാറാകട്ടെ. കണിയാപുരം മജ്സൽ എന്ന സഹോദരി ശരീരത്തിനും സുഖവും ജോലിയിലെ ഉയർച്ചയ്ക്കും വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ ഖൈർ നിഅമാത്തുകളും പടച്ചറപ്പ് നൽകുമാറാകട്ടെ. ബറക്കത്ത് അല്ലാഹു കൊടുക്കുമാറാകട്ടെ. കണിയാപുരം സലീം എന്ന സഹോദരന് അല്ലാഹു ശരീരത്തിന് സുഖം കൊടുക്കട്ടെ. ജോലിയിലെ മികവിന് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു നല്ല ജോലി കൊടുക്കുമാറാകട്ടെ. നല്ല ഭാവി പടച്ചറപ്പ് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ മകൾ അൻഷതയുടെ വിവാഹം ഖൈറായി നടക്കുന്നതിന് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യവും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഏറ്റവും നല്ല നിലയിലുള്ള വിവാഹവും ജീവിതവും അല്ലാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. അതുപോലെ നഫീസ പാലച്ചിറ, അവരുടെ മകൻ നൗഫലിന് അള്ളാഹു നല്ല ജോലി കൊടുക്കുമാറാകട്ടെ. ജോലി സംബന്ധമായ വിഷമതകൾ, ഞെരുക്കങ്ങൾ അള്ളാഹു മാറ്റി കൊടുക്കുമാറാകട്ടെ.
പനവൂര് മുഹമ്മദ് റോഷൻ എന്ന സഹോദരന്റെ കുടുംബത്തിന് എല്ലാവിധ ഐശ്വര്യവും കുഞ്ഞുങ്ങളുടെ ശരീരത്തിന് അല്ലാഹു സുഖവും കൊടുക്കട്ടെ. ജോലിയിൽ പടച്ചിറപ്പ് പറക്കത്ത് ചെയ്യുമാറാകട്ടെ, ഐശ്വര്യം നൽകുമാറാകട്ടെ. എന്തെല്ലാം നിയ്യത്തുകളുമായി ആരെല്ലാം നമ്മെ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്ത് സമീപിച്ചിട്ടുണ്ടോ ആ ഓരോ ആളുകളും അവരുടെ നിയ്യത്തുകളെയും കൃത്യമായി വ്യക്തമായി അറിയുന്ന റഹ്മാനായ റബ്ബ് അവന്റെ മഹദും ഫضല് കൊണ്ട് ഈ സാധുക്കളായ മക്കൾക്ക് വേണ്ടി ഈ സ്ഥാപനത്തിന് സഹായം നൽകിയതിൻ്റെയൊക്കെ ബറക്കത്ത് കൊണ്ട് ഈ നിയ്യത്ത് ചെയ്ത ഓരോ മനുഷ്യരുടെയും നിയ്യത്തുകളെ പരിപൂർണമായിട്ടും അല്ലാഹു സഫലമാക്കട്ടെ, ഖബൂൽ ചെയ്യുമാറാകട്ടെ. അവസാന പ്രതീക്ഷയായി വന്നവർക്ക് ആ പ്രതീക്ഷ പൂർണ്ണമായും പൂവണിയുന്ന രൂപത്തിലേക്ക് അല്ലാഹു ഖബൂൽ ചെയ്യുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاثات والعقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام حمدا يوافي نعمه ويكافئ مزيدا. يا ربنا لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك. سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى. اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد. اللهم أنزله المقعد المقرب عندك يوم القيامة. اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعقول. ربنا ظلمنا أنفسنا وإن لم تغفر لنا وترحمنا لنكونن من الخاسرين. اللهم اجعل جمعنا هذا جمعا مرحوما وتفرقنا من بعده تفرقا معصوما. اللهم ربنا لا تجعل منا ولا فينا ولا معنا شقيا ولا مطرودا ولا محروما. اللهم ربنا عليك توكلنا وإليك أنبنا وإليك المصير. അർഹമുർറഹീമായ ദയാലുവായ നാഥ, കാരുണ്യക്കടലായ റഹ്മാനെ, അർഹമുർറഹീമായ പടച്ചവനെ, ഞങ്ങളെ നീ സ്വീകരിക്കണേ അല്ലാഹ്. പടച്ചവനെ, ഞങ്ങൾ ഓതിയ നിന്റെ പരിശുദ്ധ ഖുർആൻ, ദിക്റ്, സ്വലാത്ത്, സലാമ്, തസ്ബീഹാത്തുകൾ നീ ഖബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവേ, ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഇതേവരെ നിർവഹിക്കപ്പെട്ട മുഴുവൻ സേവന പ്രവർത്തനങ്ങളെയും ഖിദ്മത്തുൽ ഖൽഖിനെയും നീ അറിയുമല്ലോ റബ്ബേ. അല്ലാഹുവേ, അതിന്റെ ആത്മാർത്ഥതയും അതിന്റെ ഇഖ്ലാസും നിന്റെ മുമ്പിൽ വ്യക്തമാണല്ലോ റബ്ബേ. അല്ലാഹുവേ, അതെല്ലാം നിന്റെ മുമ്പിലേക്ക് സമർപ്പിച്ചുകൊണ്ട് ചോദിക്കുന്നു റഹ്മാനെ. അല്ലാഹുവേ, ഇന്നത്തെ ദിവസവും ഈ മജ്‌ലിസിനോട് പ്രതീക്ഷ അർപ്പിച്ചുകൊണ്ട് ആരെല്ലാം ഈ ദുആയിൽ വസിയ്യത്ത് ചെയ്തുകൊണ്ട് വന്നവരാരെല്ലാം ഉണ്ടോ, എവിടെ നിന്നെല്ലാം എന്തെല്ലാം പ്രതീക്ഷകളുമായി ദുആയിൽ പ്രതീക്ഷയോടെ കഴിയുന്നവരുണ്ടോ, അവരുടെ മുഴുവൻ ഹലാലായ മുറാദുകളെയും നിയ്യാത്തുകളെയും നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹുവേ, വിഷമതകളെയും പ്രയാസങ്ങളെയും രോഗങ്ങളെയും ഇടങ്ങേറുകളെയും കടബാധ്യതകളെയും മാറ്റി നീ മോചനം നൽകണേ അല്ലാഹ്. സമാധാനം നൽകണേ അല്ലാഹ്. ആഫിയത്ത് നൽകണേ അല്ലാഹ്. ഖൈർ നൽകണം റഹ്മാനെ.
അല്ലാഹുവേ എന്തെല്ലാം വിഷയങ്ങളെ തൊട്ടുള്ള വേദനകളും പ്രയാസങ്ങളുണ്ടോ ഒക്കെ മാറ്റണം അല്ലാഹുവേ ഏതെല്ലാം ആവശ്യങ്ങളാണോ സാധിച്ചു കിട്ടേണ്ടത്, എന്തെല്ലാം കാര്യങ്ങളാണോ നടന്നു കിട്ടേണ്ടത്, അതെല്ലാം നീ എളുപ്പമാർഗത്തിലൂടെ അതിവേഗം നീ പൂർത്തീകരിച്ചു കൊടുക്കണം പടച്ചവനെ. രോഗികളാണെങ്കിൽ അവരുടെ രോഗങ്ങൾക്ക് ശമനം നൽകണം ആന്തരികവും ബാഹ്യവും ശാരീരികവും മാനസികവുമായ എല്ലാ തരത്തിലുള്ള രോഗങ്ങൾക്കും നീ ശമനം നൽകണേ ശിഫ നൽകണേ ആഫിയത്ത് നൽകണേ പടച്ചവനെ. ജീവിച്ചിരിക്കുന്ന വേണ്ടപ്പെട്ടവരായ ഞങ്ങളുടെ ആരെല്ലാം ഉള്ളവർക്കെല്ലാം നീ ഖൈറും ബറക്കത്തും ആഫിയത്തും നൽകണം അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, വിവിധങ്ങളായ ആവശ്യങ്ങൾ ഓരോ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ ചെയ്യാൻ പലരും വസിയ്യത്ത് ചെയ്തു റഹ്മാനെ. അല്ലാഹുവേ നടന്നുകൊണ്ടിരിക്കുന്ന നിർമ്മാണങ്ങളിൽ വിവിധ രൂപത്തിൽ സഹായിച്ചവരുണ്ട് നിന്റെ പരിശുദ്ധമായ ഭവനത്തിന് വേണ്ടി സുജൂദ് ചെയ്യാൻ സഹായിച്ചവരുണ്ട് റഹ്മാനെ. അല്ലാഹുവേ അതിലെ ഓരോ വ്യക്തികളും അവരുടെ പേരുകൾ, ഒരു കുടുംബ വിവരങ്ങൾ, അവരുടെ ആഗ്രഹം നിയാത്തുകൾ വ്യക്തമായി അറിയുന്ന ആ നിയത്തുകൾ നീ വിജയകരമായി കബൂൽ ചെയ്യണം നീ സമാധാനപൂർവമായി പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാഹുവേ റഹ്മാനായ റഹീമായ നാഥ, കാരുണ്യകടനായ രക്ഷിതാവേ, അല്ലാഹുവേ മരണപ്പെട്ടു പോയ പലർക്കും വേണ്ടി ദുആ ചെയ്യാൻ വസിയ്യത്ത് ചെയ്ത പലരുമുണ്ട് റബ്ബേ. അവിടെ എല്ലാവരുടെയും ഖബറിടങ്ങൾ നിന്റെ സ്വർഗ്ഗത്തിന്റെ ആരാമങ്ങളിൽ ആക്കണേ ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണം റഹ്മാനെ. നാളെ പാരത്രിക ലോകത്തെ വിജയത്തിന്റെ ഉടമകളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹുവേ റഹ്മാനായ റബ്ബേ, എന്തെല്ലാം നിയ്യാത്തുകൾ, ഹലാലായ ആഗ്രഹങ്ങൾ, അഭിലാഷങ്ങൾ, നിയ്യാത്തുകൾ ആർക്കെല്ലാം ഉണ്ടോ ആ നിയ്യത്തുകളൊക്കെ നീ വിജയകരമാക്കി കൊടുക്കണേ പടച്ചവനെ റഹ്മാനായ റബ്ബേ. ഈ ദുആഇന്റെ മജ്ലിസിൽ വായിക്കപ്പെട്ട ഓരോരുത്തരുടെ വ്യത്യസ്തമായ ആവശ്യങ്ങൾ, ജീവിതത്തിന്റെ വിവിധ കാര്യങ്ങളുമായി മേഖലകളുമായി ബന്ധപ്പെട്ട അവസ്ഥകളുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ദുആ വസിയത്തുകൾ വന്നോ അതൊക്കെ നീ അറിയുന്നവനാണല്ലോ റബ്ബേ. ഒക്കെ നീ ശിഫയാക്കണം സമാധാനം നൽകണം ജീവിത അഭിവൃദ്ധിയും ഉയർച്ചയും നൽകണേ ബറക്കത്ത് നൽകണേ ബറക്കത്ത് നൽകണേ പടച്ചവനെ. ഒരുപാട് നാളായി വലിയ പ്രതീക്ഷയോടെ ഈ സ്ഥാപനത്തിന്റെ ഈ ദുആഇന്റെ മജ്ലിസിലേക്ക് വരുന്നവരുണ്ട് റബ്ബേ. അല്ലാഹുവേ, സഹോദരൻ ബഷീർ സാഹിബിന്റെ മകൻ എത്രയും വേഗം നീ അനുയോജ്യമായ ഒരു റാഹത്തായ ജോലി നൽകണേ പടച്ചവനെ. വീട് പട്ടിണിയിലാകുന്ന കടബാധ്യതയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഞെരുക്കത്തിലായി വർഷങ്ങളായി കാലങ്ങളായി പ്രവാസലോട് തലഞ്ഞു തിരിയുകയാണല്ലോ റഹ്മാനെ. ഒരു റാഹത്തായ ഒരു ജോലി നൽകി നീ റാഹത്ത് നൽകണേ സമാധാന ജീവിതം നൽകണേ പടച്ചവനെ. ഇനിയും ചോദിക്കേണ്ട ഒരവസ്ഥ നീ വെക്കല്ല റബ്ബേ. എത്രയും വേഗം സന്തോഷമായ സംതൃപ്തമായ ഒരു ജോലിയിലേക്ക്, വരുമാനത്തിലേക്ക് എത്തിയെന്നുള്ള വാർത്ത നീ കേൾപ്പിക്കണം റഹ്മാനെ. അല്ലാഹുവേ, അതിന് വേണ്ട വഴികളെല്ലാം നീ തുറന്നു കൊടുക്കണേ അല്ലാഹുവേ. ഈ ദുആഇനെ നീ സ്വീകരിക്കണം റഹ്മാനേ. ഈ മജ്ലിസിലേക്ക് വന്നു ചേർന്നവർ, എത്തിച്ചേർന്നവർ എന്തെല്ലാം നിയ്യത്തുകളുമായി ആരെല്ലാം ഉണ്ടോ അവരുടെ മുഴുവൻ നിയ്യത്തുകളെയും നീ കബൂൽ ചെയ്യണേ അല്ലാഹുവേ. ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന അയ്ദിയനാ ഖായിബീൻ بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير سيدنا محمد وآله وصحبه أجمعين. سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين. بحقه صلى الله على محمد صلى الله عليه وسلم. الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.